അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വന്തമായൊരു വീട് ഒരുപക്ഷെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന വലിയ ഒരു ആഗ്രഹമാണത്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെയായി ജീവിക്കുകയാണെങ്കിൽ തറവാടിൽ നിന്നും മാറി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മാത്രമായി ഒതുങ്ങുന്ന ഒരു വീടുണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വീട് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വീട് ആഗ്രഹിക്കുക എന്നത് ഇസ്ലാം അനുവദിച്ചു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും പണിയെടുക്കുവാനും പരിശ്രമിക്കുവാനും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദയെ കുറിച്ച് പറയാണ്. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അർബഉം മിന സഅദ, 4 കാര്യങ്ങൾ സൗഭാഗ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. അതിൽ ഒന്നാമത് അർബഉം മിന സഅദ അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അത് ഒരാളുടെ സൗഭാഗ്യമാണ്. അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും, അത് സൗഭാഗ്യമായി എണ്ണിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അൽ മസ്കനുൽ വാസിയ, ഒരു വിശാലതയുള്ള ഒരു വീട്. വിശാലത എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ വലിപ്പമല്ല പറയുന്നത്, മറിച്ച് അയാൾക്ക് സന്തോഷവും സമാധാനവും നേടിത്തരുന്ന ഒരു വീട്. എന്ത് പ്രയാസമുണ്ടെങ്കിലും വീട്ടിൽ പോയി കുറച്ചു നേരം ഇരുന്നാൽ തീർക്കാൻ കഴിയുന്ന അത്രയേറെ സന്തോഷവും സമാധാനവും നേടിത്തരുന്ന ഒരു വീട്, അതാണ് അൽ മസ്കനുൽ വാസിയ, ഒരു വിശാലത ഉണ്ടാകുന്ന വീട്. മൂന്നാമതായി കൊണ്ട് പറഞ്ഞു വൽ ജാറു സ്വാലിഹ്, സ്വാലിഹത്തായ ഒരു അയൽവാസി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾക്കൊന്നും വരാതെ സന്തോഷത്തോടുകൂടി നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും നമ്മളെ ഇങ്ങോട്ട് സഹായിക്കുവാനും നമ്മൾ അങ്ങോട്ട് സഹായിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാനും എന്നു വേണ്ട ആ സ്വസ്ഥതയും സമാധാനവും നേടിത്തരുന്ന അൽ ജാറു സ്വാലിഹ്, നല്ല ഒരു അയൽവാസിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാലാമത്തേതാണ് വൽ മർകബുൽ ഹനീ, നല്ല ഒരു വാഹനം കിട്ടുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയാൽ കുടുങ്ങിപ്പോകുന്നതല്ല, താൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളേക്ക് കൃത്യമായി എത്തിക്കാൻ കഴിയുന്ന ഒരു വാഹനം. ഈ 4 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സആദയാണ്, സൗഭാഗ്യമാണ്. ഇതിൻ്റെ നേരെ വിപരീതവും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അല്ലാത്തത് ഒരു ദൗർഭാഗ്യമായിക്കൊണ്ട്, ഒരു പ്രയാസമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് അൽ മസ്കനുൽ വാസിയ, വിശാലതയുള്ള വീട് എന്നാണെങ്കിൽ ഒരു വീട് വെക്കാനും അതിനുവേണ്ടി പണിയെടുക്കുവാനും ആ വീടുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ എല്ലാം ഇസ്ലാം അനുവദിച്ചു. എന്നാൽ അതോടുകൂടി ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര വലിയ വീട് വെച്ചാലും ശരി, ഈ ലോകത്ത് ആ വീടും ആ വീട്ടിലുള്ള ആളുകളും ഒന്നും ശാശ്വതരല്ല എന്നുള്ളതൊരു സത്യം. ഒരു പക്ഷേ 10 കൊല്ലം കൊണ്ട് ഒരാൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം ഉണ്ടാക്കി അയാൾ ഒരു വീട് വെച്ചു. മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. ഏകദേശം 9.5 വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്ത് ആ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം ഉണ്ടാക്കി ഒരാൾ വീടുണ്ടാക്കി. ആ വീടിരിക്കലിന് വേണ്ടി ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അയാൾ മരിക്കണത്. അത്രത്തോളം ദുർബലരാണ് നമ്മൾ. വീടുണ്ടാക്കുക എന്നുള്ളതല്ല, അതുണ്ടാകുക എന്നതോടൊപ്പം തന്നെ എത്ര കാലം അവിടെ താമസിക്കുമെന്നുള്ളത്. ഒരു പക്ഷേ അവിടെ താമസിക്കാൻ സ്ഥിര താമസം ആർക്കും സാധ്യമല്ല. ഇനി അല്ല, നമുക്ക് വേറെ പ്രയാസങ്ങൾ ശാരീരികമായിട്ടൊന്നുമില്ലെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഉത്തരേന്ത്യൻ മോഡലുകൾ. ഒരു പക്ഷേ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട്
തൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരുക്കൂട്ടി വെച്ചിരുന്ന വീട് ഒരു ദിവസം JCBയുമായി വന്ന് ബുൾഡോസറുകളുമായി വന്ന് അത് തകർത്ത് കളയുന്ന സമാധാനമില്ലാത്ത ജീവിതങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ കാലങ്ങളോളം ഉണ്ടാക്കിയ വീട് പിന്നീട് അതിൻ്റെ പേപ്പർ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഞാൻ ഇത്രയും ഇത് ആമുഖമായി പറയാനുള്ള കാരണം, നമ്മളൊരു വീട് വെച്ചാലും അവിടെ സ്വസ്ഥമായി സമാധാനപൂർണമായി സ്ഥായിയായി എന്നൊന്നും നിലനിൽക്കാൻ പറ്റുന്ന വീടുകളല്ല ഉള്ളത്. അതൊക്കെ ക്ഷണികമാണ്. നമ്മൾ ഈ ലോകത്ത് എത്ര കഷ്ടപ്പെട്ടാലും, എത്ര വലിയ വീടാവട്ടെ ചെറിയ വീടാവട്ടെ ഏത് കളറാണെങ്കിലും ശരി, അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വീട് വെച്ച ആളുകൾ പറയുന്ന ഒരു കാര്യം, വീട് വെക്കാനല്ല പണി, അത് വെച്ചതിന് ശേഷം പിന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകലാണെന്ന് പറയും. അപ്പോഴും പ്രയാസങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും അവിടെ കേടുവന്നു, ഇവിടെ കേടുവന്നു, പൈപ്പ് പൊട്ടി എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമില്ലാത്തൊരു വീടുണ്ട്, ഒരു പ്രയാസവും കേൾക്കേണ്ടതില്ലാത്ത, ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുന്ന അവസ്ഥയില്ലാത്ത, അവിടെ നിന്ന് പ്രായം അധികരിച്ചു പോകുന്ന അവസ്ഥയില്ലാത്ത ഒരു വീട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വർഗീയ ഭവനം. ഒരു പക്ഷേ ആ ഒരു വീടിന്റെ പ്രത്യേകത തന്നെ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. വമസാകിനു ത്വയ്യിബതൻ ഫീ ജന്നാതി അദിൻ. സ്വർഗത്തിലുള്ള വീടിനെ കുറിച്ച് പറയാണ്, സ്ഥിരവാസത്തിനുള്ള സ്വർഗീയാരാമങ്ങളിൽ അവർക്ക് വിശിഷ്ടമായ പാർപ്പിടങ്ങളുണ്ട്. സ്വർഗത്തിന്റെ പ്രത്യേകതയാണ്, അത് സ്ഥായിയായിട്ടുള്ളതാണ്, ഒരിക്കലും നശിച്ചു പോകുന്നതല്ല സ്വർഗത്തിലുള്ള വീട്. ഒന്നാമത്തെ പ്രത്യേകത അതാണെങ്കിൽ, രണ്ടാമത്തെ പ്രത്യേകത നിർഭയത്വമുള്ള വീടായിരിക്കും. നശിച്ചു പോകുക എന്ന അവസ്ഥയില്ല എന്ന് മാത്രമല്ല, അവിടെ എന്നും സമാധാനം, ഭയപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥ. ആരെങ്കിലും വന്ന് ഇത് പൊളിച്ചു കളയുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുമോ, നാളെ ഇതിന്റെ പേപ്പർ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിടുമോ, ഒന്നും പേടിക്കേണ്ടതില്ല. അള്ളാഹു പറയാണ്, വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ. അവിടെയുള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ അമ്നിൻ്റെതാണ്, നിർഭയത്വത്തിൻ്റെതാണ്. ഒരിക്കലും ഒരു പേടിയുമില്ലാതെ സ്വസ്ഥമായി സമാധാനപൂർണമായി ജീവിക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് ആ സമാധാനം കിട്ടുക എന്ന് മാത്രമല്ല, വേറെ ചില ഹദീസുകളിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലെ വീടുകളെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മളൊക്കെ ഈ ദുനിയാവിൽ ആദ്യം വിചാരിക്കുക ഒരു കുറച്ച് സ്ഥലം കിട്ടിയാൽ മതി എന്നായിരിക്കും. നമ്മുടെ പേരിൽ കുറച്ച് സ്ഥലമായി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറ്റക്കുടിലെങ്കിലും കിട്ടണമെന്നായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വാർപ്പാകണമെന്നാകും, പിന്നെ അതിൻ്റെ മുകളിലേക്ക് എടുക്കണമെന്നാകും. ഒരുപാട് ആഗ്രഹങ്ങളായിരിക്കും. എന്നാൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും, നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഈ ദുനിയാവിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ചില വീടുകളുണ്ട്. അതെത്ര വലിയ സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 1,00,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ദുനിയാവിൽ ഉണ്ടാക്കാൻ കഴിയാത്ത വീടുകളാണ് സ്വർഗത്തിന്റെ വീട്. ആ വീടിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ജന്നതു ബിനാഉഹാ ലബിനത്തും മിൻ ഫിദ്ദ വലബിനത്തും മിൻ ദഹബ്. സ്വർഗത്തിലുള്ള ആ കെട്ടിടങ്ങളാവട്ടെ, വീടുകളാവട്ടെ, അതിൻ്റെ ഒരു ഇഷ്ടിക സ്വർണമാണെങ്കിൽ മറ്റേ ഇഷ്ടിക വെള്ളിയുടേതായിരിക്കും. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടികകളാണുള്ളത്. ഇനി അത് രണ്ടും ചേർത്ത് വെക്കുന്ന, നമ്മളിവിടെ സിമന്റൊക്കെ ചേർത്ത് വെക്കുന്നതാണെങ്കിൽ അതിനെ രണ്ടിനെയും ചേർത്ത് നിർത്തുന്ന ആ ഒരു ചാന്തെന്ന് പറയുന്നതുണ്ടല്ലോ, അത് എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായ കസ്തൂരിയായിരിക്കും. അതിൽ നിന്നിങ്ങനെ സുഗന്ധം വന്നുകൊണ്ടേയിരിക്കും. ആ വീടിന്റെ മുറ്റത്തുള്ള കല്ലുകൾ, ഒരു പക്ഷേ നമ്മളൊക്കെ ഇവിടെ ജെല്ലി പോലുള്ളതൊക്കെയാണ് നിരത്തി വെക്കുന്നതെങ്കിൽ, സ്വർഗത്തിലുള്ള വീടിന്റെ മുന്നിലുള്ള കല്ലുകൾ എന്ന് പറഞ്ഞാൽ മുത്തുകളും പവിഴങ്ങളുമായിരിക്കും. അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. അതുമാത്രമല്ല, അതിലെ മുന്നിലുള്ള മണ്ണുകൾ എന്ന് പറഞ്ഞാൽ അത് കുങ്കുമപ്പൂവായിരിക്കും, അതിന്റെ നിറമുള്ളതായിരിക്കും. ആരെങ്കിലും ആ സ്വർഗത്തിലെ വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ സുഖത്തിന്റെ ജീവിതമായിരിക്കും അവരുണ്ടാകുക. ഒരിക്കലും അവിടെ ദുരിതത്തിന്റെ ഒരു വാക്കും അവൻ കേൾക്കേണ്ടി വരില്ല, ദുരിതം അവനുണ്ടാവില്ല. അതുമാത്രമല്ല,
അവൻ എന്നെന്നും ശാശ്വതമായിട്ടായിരിക്കും അവിടെ. ഒരിക്കലും മരണം ഉണ്ടാവില്ല. മരണമില്ലാത്തൊരു വീട് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നെന്നും ശാശ്വതമായി നിൽക്കുന്ന വീട്. ഇതൊന്നും ദുനിയാവിൻ്റെ വിഷയത്തിലില്ല. എന്നാൽ സ്വർഗീയ ഭവനത്തിന്റെ വിഷയത്തിലുണ്ട്. വീണ്ടും പറയുന്നു, ലാ തബ്ലാ സിയാബുഹും, അവിടെ അവൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഒരിക്കലും നുരുമ്പിപ്പോകുന്നതല്ല. വലാ യഫ്നാ ശബാബുഹും, അവന്റെ യുവത്വം അത് നശിച്ചു പോകുകയില്ല. യുവത്വത്തിൽ നിന്ന് അവൻ വാർദ്ധക്യത്തിലേക്ക് വരുന്നൊരവസ്ഥ, ശരീരം ചുളിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അവന്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ തൊലിവുകൾ ചുളിഞ്ഞു പോകുന്ന അവസ്ഥ, ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു വീടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ വീടിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം, അതാണല്ലോ വിശ്വാസി. നമ്മൾ ഈ ദുനിയാവിന് വേണ്ടി ധാരാളമായി പരിശ്രമിക്കുമ്പോൾ, ദുനിയാവിലെ വീടിന് വേണ്ടി ധാരാളമായി പണിയെടുക്കുമ്പോൾ, സ്വർഗത്തിലുള്ള ഭവനത്തിനു വേണ്ടി നമ്മൾ എന്ത് തയ്യാറെടുക്കുന്നു? ഈ പറയപ്പെട്ട പുണ്യങ്ങൾ, ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങൾ നേടിയെടുത്ത ഭാഗ്യവാന്മാരുണ്ട്. ഇത്രയേറെ സൗഭാഗ്യമുള്ള സ്വർഗീയ ഭവനങ്ങൾ നേടിയെടുത്ത ആളുകളുണ്ട്. നമുക്കാദ്യം അങ്ങനെ നേടിയെടുത്തവരെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കാര്യം മനസ്സിലാക്കാം. അതിലൊന്നാമത്തെ ആളാരാന്നറിയോ? വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ. ആസിയ ബിൻത് മുസാഹിബ് എന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച, അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഫിർഔനിന്റെ ഭാര്യയായി ജീവിച്ച ആസിയ റളിയല്ലാഹു അൻഹ, അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് പ്രവാചകത്വം കിട്ടുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുവാനും ഇസ്ലാമിന്റെ ആശയങ്ങൾ സ്വീകരിക്കുവാനും ഫിർഔനിന്റെ ആശയം തെറ്റാണെന്ന് പ്രഖ്യാപിക്കുവാനും ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെയുള്ള ഒരാൾ റെഡിയാവുക. എത്ര വലിയ അക്രമങ്ങൾ ആസിയ റളിയല്ലാഹു അൻഹ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അനുഭവിച്ചു. പല നിലക്കും പ്രയാസങ്ങളുണ്ടായി. ആ സമയത്താണ് അവർ നടത്തുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികൾക്കുള്ള ഒരു മാതൃകയായി അല്ലാഹു പറയാം. വിശ്വാസികൾക്കുള്ള മാതൃക ആരാണെന്നോ? വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ. സത്യവിശ്വാസികൾക്ക് ഇതാ ഒരു മാതൃക അള്ളാഹു ഉദാഹരിച്ചു തരികയാണ്. വിശ്വാസികൾക്കുള്ള മാതൃക ആരാണെന്നോ? ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയാണ്. ഇത് ഖാലത് ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, ഇത് ഖാലത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ആസിയ ബീവിയുടെ പ്രാർത്ഥനയാണ്. ഫിർഔനിന്റെ ആളുകൾ അവരെ ഉപദ്രവിച്ച സമയത്ത്, അവരെ കൊല ചെയ്യുന്ന സമയത്ത്, അവരുടെ ശരീരമാസകലം മുറിവുകൾ ഉണ്ടായ സമയത്ത്, ആ സമയത്തും അവർ നടത്തുന്ന പ്രാർത്ഥന റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഒന്നാമത്തെ കാര്യം, ആസിയ ബീവിയുടെ പ്രാർത്ഥന എന്താണെന്നോ? റബ്ബേ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് നൽകണേ. എവിടുന്നാ പ്രാർത്ഥിക്കണത്? ഈജിപ്തിലെ വലിയ കൊട്ടാരം, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്നിട്ടാ പ്രാർത്ഥിക്കണത്. ഒരു കൊട്ടാരത്തിന്റെ സൗകര്യം എത്ര ഉണ്ടായിരിക്കും? ആ കൊട്ടാരത്തിലെ രാജ്ഞിയാണ്, ഫിർഔനിന്റെ ഭാര്യയാണ്. ആരെന്തു പറഞ്ഞാലും അനുസരിക്കാൻ കഴിവുള്ള, അത്രയേറെ കമാൻഡിംഗ് പവറുള്ള ആളാണ്. പക്ഷെ അവർക്ക് ദുനിയാവിലെ വീടല്ല വേണ്ടത്, ആ കൊട്ടാരമല്ല വേണ്ടത്, ഫിർഔൻ നൽകുന്ന ഏതെങ്കിലും ചില ഭാഗങ്ങളല്ല വേണ്ടത്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ റബ്ബേ നിന്റെ അടുക്കൽ ഒരു വീട് എനിക്ക് നൽകണം. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔനും അവന്റെ കൂട്ടരും ഉപദ്രവിക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്നും, എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും, അക്രമകാരികളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണമേ. ഇതായിരുന്നു മഹദിയായ ആസിയ ബീവിയുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, അവർക്കത് കിട്ടിയത്, സ്വർഗത്തിൽ വീട് കിട്ടിയത് വെറുതെ അല്ല. ഈ ദുനിയാവിൽ പല പ്രയാസങ്ങളുണ്ടാകും. ഒരു വിശ്വാസിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മൾ കേട്ടിട്ടില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം? അവസാന നാളാകുമ്പോൾ ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ഉള്ളം കയ്യിൽ തീക്കട്ട വെച്ചവനെ പോലെയായിരിക്കും. എത്രയും പെട്ടെന്ന് അത് കയ്യിൽ നിന്ന് ഒഴിവാക്കാനാ തോന്നും.
ആ രൂപത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നത് ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെ അവസ്ഥയുണ്ടായി ആസിയ ബീവിക്ക്. ഫിർഔൻ കൊല ചെയ്തിട്ട് മാറാൻ വേണ്ടി പറഞ്ഞു, പക്ഷേ മാറിയില്ല. മരണം എനിക്ക് പ്രശ്നമല്ല, അതായിരുന്നു ആസിയ ബീവിയുടെ മുദ്രാവാക്യം. ആ നിലക്ക് മുന്നിട്ടിറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വീട് നൽകുക എന്ന മഹത്തായ അനുഗ്രഹം അവർക്ക് നൽകുകയും ചെയ്തു. രണ്ടാമത്തെ ആളാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ഭാര്യയാണ് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. അവരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയാണ്, ഒരിക്കൽ അതാ ജിബ്രീലു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ, അല്ലാഹുവിന്റെ റസൂലേ, അതാ ഖദീജ ബീവി വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും നേർക്കുനേരെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ചകലെ നിന്നുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വരവ് കാണാണ്. അവിടെ വെച്ചുകൊണ്ടാണ് പറയുന്നത്, ഹാദിഹി ഖദീജ, ഇതാ ഖദീജ വരുന്നുണ്ട്. ഖദ് അതത് മഅഹാ ഇനാഉൻ ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബുൻ, അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, അതിൽ കറിയോ ഭക്ഷണമോ മറ്റോ ഉണ്ട്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഫഇദാ ഹിയ അതത്ക ഫഖറ അലൈഹി അസ്സലാമു മിർ റബ്ബിഹാ വമിന്നി, പ്രവാചകരെ, ആ ഖദീജ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അവരോട് അള്ളാന്റെ അടുക്കൽ നിന്നുള്ള സലാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. വമിന്നി, എൻ്റെ സലാമും അവരോട് പറയണം. അള്ളാഹ് സലാം പറഞ്ഞു എന്ന് മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞ വ്യക്തിത്വം, അള്ളാഹ് സലാം പറഞ്ഞ വ്യക്തിത്വം. എന്നിട്ടോ വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബ്, വബശ്ശിർഹാ, അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. എന്താണ് ആ സന്തോഷ വാർത്ത? ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർക്കൊരു വീടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കണം. എങ്ങനെയുള്ള വീടാണ്? മിൻ ഖസബ്, മുത്തുകൾ കൊണ്ടുള്ള ഒരു വീട്, മുത്തുകളിലുള്ള ഒരു നല്ല ഒരു വീട് അവർക്കുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കണം. ലാ സഖബ ഫീഹി വലാ നസബ്, അതിലൊരിക്കലും ശബ്ദകോലാഹലങ്ങളോ ക്ലേശമോ ഒരു പ്രയാസമോ ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. ഈ വാചകം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധനം തുടങ്ങിയ സമയം ആദ്യമായി പ്രവാചകനിൽ വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളെല്ലാം പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയും. ആദ്യമായി ഇസ്ലാം സ്വീകരിക്കുക, അവരുടെ എല്ലാ സമ്പത്തും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിന്നു. പല വിധത്തിലുള്ള പ്രയാസങ്ങളുമായിട്ട് ശത്രുക്കൾ നേരിട്ടത്. എത്രത്തോളം എന്നാൽ അവരുടെ മക്കളെ വിവാഹം ആലോചിച്ച ആ വിവാഹമോചനം നടത്താൻ വേണ്ടി തയ്യാറാവുക. എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഖദീജ റളിയല്ലാഹു അൻഹ ഒരു കുട്ടിയെ പ്രസവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു പ്രസവത്തിന് സാക്ഷിയായി. അവർ പ്രസവിച്ചു. ആ കുട്ടി വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രം ഉണ്ടായത്. ആ കുട്ടി മരണപ്പെട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അയൽവാസിയായ അബൂലഹബ് അവിടെ വരുന്നുണ്ട്. ഒരു തൂണ് അല്ലെങ്കിൽ ഒരു ചുമര് അത്രത്തോളം അടുത്താണ് അവർ, രണ്ട് വീടുകൾ തമ്മിൽ. ഖദീജ റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കേണ്ടതിന് പകരം ഈ അബൂലഹബും അവന്റെ ഭാര്യയും വന്നുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് പറയാണ്, ബത്തറ മുഹമ്മദ്, ബത്തറ മുഹമ്മദ്, മുഹമ്മദ് വാലറ്റവനായി, ഭാവിയില്ലാത്തവനായി, ആൺകുട്ടികളില്ല, വെറും പെൺകുട്ടികൾ മാത്രമാണുള്ളത്. കളിയാക്കിക്കൊണ്ടുള്ള വാക്കുകൾ. അയൽവാസി എന്ന നിലക്ക്, കുടുംബക്കാരൻ എന്ന നിലക്ക് നബിക്ക് സമാശ്വാസം പറയേണ്ട ആൾ പ്രവാചകനെ പരിഹസിച്ചു. അതിൻ്റെ മുൻപന്തിയിൽ ഖദീജ റളിയല്ലാഹു അൻഹയും കേൾക്കേണ്ടി വന്നു പലതും. പക്ഷേ എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ആക്ഷേപത്തിൻ്റെ വാക്ക്, നിങ്ങൾ ഈ ഒരു പ്രബോധനം തുടങ്ങിയത് കൊണ്ടാണ് ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായത്. നമ്മുടെ മക്കൾ മരിച്ചില്ലേ, നമ്മുടെ മക്കളെ ത്വലാഖ് ചൊല്ലപ്പെട്ടില്ലേ, ഒന്നും പറഞ്ഞില്ല. ക്ഷമിച്ചും സഹിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസി എന്ന നിലക്ക് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്യേണ്ടതുണ്ട്. വിമർശനങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മുസ്ലിമായതിൻ്റെ പേരിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവിടെയെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനൊരു മുസ്ലിമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ വേണ്ടത്.
ഇനി മൂന്നാമത്തെ വ്യക്തിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ ഒരു വെള്ള കൊട്ടാരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എപ്പോഴാണ് പറയുന്നതെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, ദഖൽതുൽ ജന്നത ഫഇദാ അന ബിഖസ്രിൻ മിൻ ദഹബിൻ. ഞാൻ സ്വർഗ്ഗത്തിന്റെ ഭാഗത്തേക്ക് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്ക് കടന്നു. ആ സ്വർഗ്ഗത്തിന്റെ വഴിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു തടാകം കാണുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തടാകത്തിന്റെ ഭാഗത്തേക്ക് ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഇങ്ങനെ നോക്കി. പ്രവാചകൻ വീണ്ടും തല ഉയർത്തി നോക്കുമ്പോൾ ഒരു വെള്ള കൊട്ടാരം അവിടെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് ആർക്കുള്ളതാണ്? ഇത് ആരുടെ കൊട്ടാരമാണ്? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ, സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ലി ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഉമറിൻ്റെതാണ്, അത് ഉമറിൻ്റെതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഈ കാഴ്ചയെക്കുറിച്ച് സ്വഹാബത്തിനോട് പറയാം. ആ രംഗൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നു, സ്വഹാബിമാരെല്ലാവരും അവിടെയുണ്ട്. അതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനിങ്ങനെ സ്വർഗത്തിൻ്റെ ഭാഗത്തു കൂടി പോയപ്പോൾ ഒരു വെള്ള കൊട്ടാരം കണ്ടു. അതിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഉമറിൻ്റെ ഗീറത്ത്, ആ ഒരു ദേഷ്യം, ആ നീരസം ഞാൻ പേടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമാ മനഅനി അൻ അദ്ഖുലഹു യാ ഇബ്നുൽ ഖത്താബ് ഇല്ലാ മാ അഅലമു മിൻ ഗൈറതിക. ഖത്താബിൻ്റെ മകനെ, നിങ്ങളുടെ ഗീറത്തിനെ കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അതിലേക്ക് കയറിയിട്ടുണ്ടാകും, അതൊന്ന് കാണണമെന്ന്. പക്ഷേ ഉമറിൻ്റേതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ബാക്കിലേക്ക് നിന്നു. അത് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, നമ്മളാണെങ്കിൽ നമുക്ക് അപ്പോഴും സന്തോഷമായിരിക്കും, എനിക്ക് സ്വർഗ്ഗം ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു മുന്നിലേക്കൊണ്ട് വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കണ്ണ് നിറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അലൈക അഗാർ യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ റസൂലേ, ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുമോ? ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുമോ? ആ ഒരു ചോദ്യമാണ്. അവർക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിൽ വീടുണ്ട് എന്ന് പറഞ്ഞ് സമാധാനിക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെക്കുറിച്ചൊരു തെറ്റിദ്ധാരണയിലാണോ? ഞാൻ പ്രവാചകനോട് ദേഷ്യപ്പെടുമെന്നാണോ? പ്രിയപ്പെട്ടവരെ, ഈ ഒറ്റ വാചകം മതി എന്തുകൊണ്ട് ഉമറിന് സ്വർഗത്തിൽ വീടുണ്ട് എന്നുള്ളതിന് പരിഹാരം. എന്തുകൊണ്ടാ സ്വർഗത്തിൽ വീട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രത്തോളം സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യം പറഞ്ഞാലും അത് പിന്നത്തേക്ക് മാറ്റിയേക്കുന്ന ഒരവസ്ഥയല്ല, അത് സ്വീകരിക്കുക. എല്ലാ അർത്ഥത്തിലും മുന്നിട്ടിങ്ങനെ പോകുക, നന്മകളുടെ കാര്യത്തിൽ സജീവമാകുക, തഖ്വയുള്ള ജീവിതം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശ്രമിച്ചുവെങ്കിൽ ഈ പറയപ്പെട്ട മൂന്നാളുകളുടെ കാര്യത്തിൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും അവർ സ്വർഗത്തിൻ്റെ വീട് ലഭിച്ച ആളുകളാണ്, കൊട്ടാരങ്ങൾ ലഭിച്ചവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്, നമുക്കും വേണം സ്വർഗത്തിലൊരു വീട്. എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ആസിയ ബീവിയുടെ ത്യാഗം നമ്മുടെ ജീവിതത്തിലില്ല. ഖദീജ ബീവിയുടെ ജീവിതം അത് നമ്മുടെ ജീവിതത്തിലില്ല. ഉമർ റളിയല്ലാഹു അൻഹു അനുഭവിച്ച പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്കും ചില കാര്യങ്ങളുണ്ട്. സ്വർഗത്തിലൊരു വീട് ലഭിക്കാൻ നമുക്കും ചില പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയും? ഒന്നാമത്തെ കാര്യം ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതിന്. നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കി കാണും. നമ്മളെപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കും, റബ്ബ് എനിക്കൊരു വീട് തരണം. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ നമ്മുടെ ഭാര്യയും ഉമ്മയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, വീട്ടിൽ ചില ശബ്ദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയും സ്വസ്ഥമായിട്ടൊന്ന് പോകാൻ. ഒരു വാടക വീടാണെങ്കിൽ റബ്ബ് എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കി തരും അല്ലേ? ഈ ദുനിയാവിൻ്റെ വിഷയത്തിൽ എത്ര തവണ നമ്മൾ വീടിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം മാത്രം നോക്കി റബ്ബേ എനിക്ക് സ്വർഗത്തിലൊരു വീട് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട, ഇന്നത്തെ പോകട്ടെ, ഇന്നലെ പ്രാർത്ഥിച്ചു, മിനിഞ്ഞാന്ന്, കഴിഞ്ഞ ഒരാഴ്ച, ഒരു മാസമായിട്ട് ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമസ്കാരം കഴിഞ്ഞാൽ ഒരു പക്ഷേ യാന്ത്രികമായി റബ്ബേ സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ. അതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായിക്കൊണ്ട് മഹദിയായ ആസിയ ബീവി പ്രാർത്ഥിച്ചതുപോലെ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബേ സ്വർഗത്തിൽ നിന്റെ അടുക്കൽ എനിക്ക് ഒരു വീട് തരണം.
ആ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാവണം. ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകൾ ഉയർത്തുന്നുണ്ടോ ആ സമയത്തെല്ലാം ഒരു ഭാഗം സ്വർഗത്തിലൊരു വീട്. ഈ ദുനിയാവിന്റെ വീട് നമ്മൾ 10 തവണ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിലേറെ നമ്മൾ ചോദിക്കണം സ്വർഗത്തിൽ ശാശ്വതമായ ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വീട് തരണമെന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ദുനിയാവിൽ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുക. അള്ളാഹ്ക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക. ബൈത്തുല്ലാ എന്ന് പറയുന്നതാണ് അള്ളാഹുവിൻ്റെ ഭവനം. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി തആല ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി ദുനിയാവിൽ ഒരു വീടുണ്ടാക്കിയാൽ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള വീട് എന്ന് പറഞ്ഞാൽ ഒരു പള്ളി ഉണ്ടാക്കിയാൽ, ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു സ്വർഗത്തിൽ അയാൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, പടച്ചറബി അത്രത്തോളം ലക്ഷ്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല, നമ്മൾ അതിന് മാത്രം വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളല്ല. എന്നാ കേട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കമഫഹസി ഖതാത്തിൻ ഔ അസ്ഗർ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കണം, കമഫഹസി ഖതാത്ത്, ഒരു കുരുവിക്കൂടിൻ്റെ അത്ര പോന്ന്, ഔ അസ്ഗർ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത്, ഒരു കുരുവിക്കൂടിൻ്റെ അത്രയുള്ള പള്ളി ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അവിടെ ആർക്കെങ്കിലും നിസ്കരിക്കാൻ കഴിയുമോ? പിന്നെ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരാൾക്ക് അതിനുള്ള പൈസ കൊടുക്കാൻ കഴിയുള്ളൂ, എന്നാൽ അത് കൊടുക്കുക. ഒരു പള്ളിയുടെ വിഷയത്തിൽ നമ്മുടെ മുന്നിലേക്ക് കൈകൾ നീട്ടുമ്പോൾ, നമ്മളോട് ചില ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അത് കൊടുക്കുക. അവിടെയാണ് പറയുന്നത് ഒരു കുരുവിക്കൂടിൻ്റെ അത്ര. നമ്മൾ ആലോചിച്ച് നോക്കി കാണും, നമ്മുടെ വീട്ടിൽ ഒരു പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ എത്രയാ ചെലവുള്ളത്? വീടിൻ്റെ ഒരു ഭാഗം ഒന്ന് താഴ്ന്നാൽ എത്രയാ ചെലവുള്ളത്? എന്തെല്ലാം ചെലവുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ നമ്മുടെ കയ്യിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു പള്ളിയുടെ വിഷയം വരുമ്പോൾ എത്ര ആളുകൾ അതിന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മളെ കൊണ്ട് കൊടുക്കണമെന്ന അതിയായ താല്പര്യത്തോടു കൂടി കൊടുക്കുന്നുണ്ട്. ഇല്ല എന്നല്ല, ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പള്ളിയുടെ വിഷയത്തിൽ ഒരുപാട് സഹായിച്ച ആളുകൾ, വീണ്ടും 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 സഹായിച്ച ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഒരു പക്ഷേ അവരുടെ കയ്യിലില്ല എന്ന് തോന്നിയിട്ട് പോലും ചില കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയെങ്കിലും റെഡിയാക്കി തന്ന ആളുകൾ, അങ്ങനത്തെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകൾ. ഞാനിത് വെറും വാക്കല്ല, നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗം അള്ളാഹുവിന്റെ കാര്യത്തിൽ കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അബൂബക്കറും ഉമറും കഴിഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയത്ത് മദീന പള്ളി നല്ലോണം വിശാലമാക്കി. ആളുകൾക്കിടയിൽ ചില മുറുമുറുപ്പുകൾ ഉണ്ടായി. ആളുകൾ പറഞ്ഞു, എന്തിനാ ഇപ്പം ഇങ്ങനെ ആക്കേണ്ട ആവശ്യം? എന്തിനാ അങ്ങനെ സൗകര്യങ്ങളാക്കേണ്ട ആവശ്യം? ഇത് പ്രവാചകൻ ഉണ്ടാക്കിയതല്ലല്ലോ, അത് തന്നെ പോരായിരുന്നു എന്നൊക്കെ പറയാം. ആ സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്നിട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹദീസ് പറയുന്നത്, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി തആല ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നതി മിസ്ല. ഈ ദുനിയാവിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ സ്വർഗത്തിൽ അള്ളാഹു അയാൾക്കൊരു വീട് ഉറപ്പാ, അള്ളാഹ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ അബൂബക്കറും ഉമറും അവർ കൊടുത്ത ദാനധർമ്മത്തിൻ്റെ അളവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടൊരു സമയമായിരുന്നു തബൂക്ക് യുദ്ധം. ഏറ്റവും കൂടുതൽ പ്രയാസം. മദീനത്ത് നിന്ന് ഏകദേശം 700 കിലോമീറ്റർ അകലെയാണ് തബൂക്കുള്ളത്. അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ, അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറയുമ്പോൾ പലർക്കും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പല നിരക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും സഹാബിമാരിറങ്ങി. പക്ഷെ പലരുടെ കയ്യിലും ആയുധങ്ങളില്ല. ആ യാത്ര പോകുന്ന സമയത്ത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്, ഭക്ഷണങ്ങൾ വേണം, ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും കഴിവിൻ്റെ പരമാവധി തരണം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറങ്ങാണ്. അദ്ദേഹം പറയാണ്, ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും അബൂബക്കറിനെ തോൽപ്പിക്കും. ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും. എന്തിൻ്റെ കാര്യത്തിൽ?
സമ്പത്ത് ഉണ്ടാക്കുന്ന വിഷയത്തിലല്ല, കച്ചവടം പുതുതായിട്ട് തുടങ്ങുന്ന വിഷയത്തിലല്ല, പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന വിഷയത്തിലല്ല, സാമ്പത്തികമായി കുറെ ഉണ്ടാക്കുന്ന വിഷയത്തിലല്ല, മറിച്ച് ധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ. ഹദീസിൽ കാണാൻ പറ്റും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്തിൻ്റെ പകുതിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അത് പ്രവാചകൻ്റെ കയ്യിൽ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമ്പത്തിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിസ്ല, ഇത്ര തന്നെ ഞാൻ കുടുംബത്തിന് മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ സമ്പത്തിൻ്റെ പകുതിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുക. ഉമർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, അബൂബക്കർ വരട്ടെ, അബൂബക്കർ വരട്ടെ. അബൂബക്കർ എത്ര കൊടുക്കുന്നുണ്ട് നോക്കണം. കുറച്ച് കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരിക. അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്ത് പ്രവാചകൻ്റെ കയ്യിൽ കൊടുത്തു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ചോദിച്ചു, അബൂബക്കർ, നിങ്ങൾ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ബാക്കി വെച്ചിട്ടുള്ളത് എന്താണ്? ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവാണ് സത്യം പ്രവാചകരെ, അല്ലാഹുവിനെയും റസൂലിനെയും അല്ലാതെ വേറൊന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല, എല്ലാം എടുത്തു വന്നിട്ട്. ഇത് കേട്ടതും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകമുണ്ട്, വല്ലാഹി വല്ലാഹി അല്ലാഹുവാണ് സത്യം അബൂബക്കർ, നിങ്ങൾ ഒരിക്കലും എനിക്ക് പരാജയപ്പെടുത്താൻ കഴിയൂല. അവർ മത്സരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഉമർ ചെറിയൊരു കാര്യമല്ല ചെയ്തത്. ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യത്തിൻ്റെ പകുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴേക്ക് എത്തിക്കണം. വലിയ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണി, നമ്മുടെ മുഴുവൻ സമ്പാദ്യം വേണ്ട, നമ്മുടെ അക്കൗണ്ടിലുള്ളതിൻ്റെ പകുതി വേണ്ട, അതും വേണ്ട, നമ്മുടെ പോക്കറ്റിൽ ഇപ്പോഴുള്ളതിൻ്റെ പകുതി അതെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 100 കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. പക്ഷേ അവർക്ക് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ കൊടുക്കാൻ, എനിക്ക് സ്വർഗത്തിൽ ഇത് കിട്ടും എന്നുള്ളതാണ്. അവിടെ ആലോചിച്ച് നോക്കിക്കാണി, നമുക്കിപ്പോഴും ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ഞാനിവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതോട് തീരല്ലേ, പിന്നെ എനിക്ക് വല്ലതും കിട്ടും. പ്രിയപ്പെട്ടവരെ, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾക്ക് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ധർമ്മത്തിൻ്റെ വിഷയമാണ്. ധർമ്മം കൊടുക്കുക എന്ന വിഷയത്തിൽ, ദാനധർമ്മത്തിൻ്റെ വിഷയം, അത് പള്ളിക്ക് വേണ്ടി കൂടിയാകുമ്പോഴോ. ഞാൻ സാന്ദർഭികമായി ഇത്രയും പറയാനുള്ള കാരണം, നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പള്ളി വിശാലമാക്കി അൽഹംദുലില്ലാ. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, ഈ ഇരിക്കുന്ന ഓരോരുത്തരും ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എന്നാൽ അതോടൊപ്പം വലിയ ബാധ്യതകൾ ഇപ്പോഴുമുണ്ട്. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഒരു പക്ഷേ നമുക്ക് കൊടുക്കാൻ പരിധികൾ ഉണ്ടാകും. പക്ഷേ നമ്മുടെ പരിചയത്തിലുള്ള ആളുകളുണ്ട്, നമ്മുടെ പരിചയത്തിലുള്ള സമ്പത്തുള്ള ആളുകളുണ്ടാകും, കൊടുക്കാൻ താല്പര്യമുള്ള മനസ്സുള്ള ആളുകളുണ്ടാകും. ഓരോന്ന് പരിചയപ്പെട്ടിട്ട് തങ്ങൾ ഇന്ന ഒരു സൗകര്യമുണ്ട്, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരാളെ പ്രചോദിപ്പിച്ചതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇൽ. ഒരാൾ മറ്റൊരാൾക്ക് ഒരു നന്മ അറിയിച്ചു കൊടുത്തു, ചെയ്തവൻ്റെ അതേ പ്രതിഫലം അറിയിച്ചവനുണ്ട് പ്രതിഫലം. എങ്കിൽ നമ്മൾ ഒത്തൊരുമയോടുകൂടി ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മുടെ പള്ളിയുടെ കാര്യം ഏറ്റെടുക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാളെ പരലോകത്ത് ലഭിക്കുന്ന സ്വർഗീയ ഭവനത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ ചരിത്രം മനസ്സിലാക്കുന്നതോടൊപ്പം സ്വർഗത്തിൽ വീട് ലഭിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന ആളുകളാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒഴിവ് കഴിവും നമ്മൾ വെക്കാറില്ല. എന്നാൽ ആ നിസ്കാരത്തിൻ്റെ കൂടെ കുറച്ച് സമയം കൂടി നമ്മൾ 5 വക്ത് നമസ്കരിക്കുന്നതിൻ്റെ കൂടെ ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും സ്വർഗത്തിലൊരു വീട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാണ്,
മൻ സ്വല്ലാ 12 റക്അ, ആരെങ്കിലും 12 റക്അത്ത് നമസ്കരിച്ചു, ഫീ യൗമിൻ വലൈല, രാത്രിയും പകലുമായി കൊണ്ടുള്ള 12 സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് നമസ്കാരങ്ങൾ ഒരാൾ നിർവഹിച്ചാൽ, ബുനിയ ലഹു ബിഹിന്ന ബൈത്തും ഫിൽ ജന്ന, അവർക്ക് സ്വർഗത്തിലൊരു വീടുണ്ട്. 12 റക്അത്ത് നിസ്കരിക്കുക. ഏതാണ് ആ റക്അത്ത് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 4 റക്അത്ത് ഖബല ദുഹർ, ളുഹർ നമസ്കാരത്തിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുക. ളുഹർ 4 ആണ്, പക്ഷേ ളുഹറിൻ്റെ മുമ്പ് 4 എന്ന് പറയുമ്പോൾ ഒരുമിച്ച് 4 അല്ല, 2 ആയിട്ട് 4 നിസ്കരിക്കുക. പിന്നെ ളുഹർ നമസ്കരിക്കുക. അതിനുശേഷമോ ഖബല ളുഹർ വറകഅതൈനി ബഅദഹ, ളുഹറിന് ശേഷം 2 റക്അത്ത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്ത് എന്ന് പറഞ്ഞാൽ 2 ആയിട്ട്, ആദ്യം 2 നിസ്കരിക്കുക, സലാം വീട്ടുക, പിന്നെ 2 നിസ്കരിക്കുക, സലാം വീട്ടുക, പിന്നെ ളുഹർ നമസ്കരിക്കുക. അത് സാധാരണ പോലെ തന്നെ 4 ഒരുമിച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത്. ഇത് റവാത്തിബിൽപ്പെട്ടതാണ്, അസറിനില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വറകഅതൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, വറകഅതൈനി ബഅദൽ ഇശാ, ഇശാഇന് ശേഷം 2 റക്അത്ത്, വറകഅതൈനി ഖബലൽ ഫജ്ർ, ഫജ്റിന്റെ മുമ്പ് 2 റക്അത്ത്. ഈ 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൂറത്തുകളാണ് ഓതണ്ടേ. ഖുൽ യാ അയ്യുൽ കാഫിറൂൻ നമുക്കറിയുന്ന സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് നമുക്കറിയുന്ന സൂറത്താണ്. ഇത് 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്തിൽ ചൊല്ലിയിരുന്നത്. അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? റക്അത്താ അൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഈ ദുനിയാവും അതിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്തിന് അത്രയും പ്രാധാന്യം ഉണ്ടെങ്കിൽ അപ്പോൾ സുബഹിൻ്റെ പ്രാധാന്യം എത്രയായിരിക്കും? സുബഹ് നിസ്കരിക്കുന്നവർക്ക് എത്രയായിരിക്കും പുണ്യം ഉണ്ടാകുക? പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ആളുകൾ അത് സമയത്ത് നിർവഹിക്കുന്നു എന്നുള്ളതും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു എന്നുള്ളതും നമ്മൾ സ്വയം പരിശോധിക്കണം. പോരായ്മകൾ ഉണ്ടാവാം, ആ പോരായ്മകൾ നമ്മൾ പരിഹരിക്കണം. ഈ ഒരു ഹദീസിൽ 12 റക്അത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയുന്നത് മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ്. അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതിന് ശേഷം, ഇങ്ങനെ ഒരു 12 റക്അത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരിക്കലും അത് ഒഴിവാക്കിയിട്ടില്ല. ഇത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് കേൾക്കുന്നത് അംബസ എന്ന് പറയുന്ന താബിയാണ്. അവർ പറയാണ്, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാനത് ഒഴിവാക്കിയിട്ടില്ല. അംബസ പറയാം. അംബസയിൽ നിന്ന് അത് കേൾക്കുന്നത് അംറു ബിൻ ഔസാണ്. അദ്ദേഹം പറയാണ്, അംബസയിൽ നിന്ന് കേട്ടതിന് ശേഷം പിന്നെ ഒരിക്കലും ഈ 12 റക്അത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അംറു ബിൻ ഔസിൽ നിന്ന് ഇത് കേൾക്കുന്നത് നുഅ്മാൻ ബിൻ സാലിമാണ്. അദ്ദേഹം പറയാണ്, ഈ ഒരു ഹദീസ് കേട്ടതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാനത് ഒഴിവാക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥയെ പറയുന്നു. ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അതൊന്നും ഞാനുമായി യാതൊരു ബന്ധവുമില്ല, അതൊക്കെ അല്ലെങ്കിൽ നിസ്കരിക്കണമെന്നെ വലിയ കിട്ടല അല്ല. നിസ്കാരം നിർബന്ധമാണെന്നതിൻ്റെ പോലെ തന്നെ ഈ പറയപ്പെട്ട പുണ്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് പ്രിയപ്പെട്ടവരെ. വളരെ ലളിതമാണ്, വളരെ ലളിതം. 2 റക്അത്ത് നിസ്കരിക്കാൻ മാക്സിമം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് പോരെ. നമ്മളൊരു 5 റീല് കാണുന്ന സമയം പോരെ. അത് നമ്മൾ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയാണത്. പ്രിയപ്പെട്ടവരെ, ഉറപ്പിച്ചോ, വെറുതെ കിട്ടുന്നതല്ല സ്വർഗ്ഗം. ഒരിക്കലും വെറുതെ കിട്ടൂല. നമ്മൾ കുറച്ചൊക്കെ ത്യാഗം ചെയ്യാതെ, കുറച്ചൊക്കെ സമയമെടുത്ത് നിർവഹിക്കാതെ, കുറച്ചൊക്കെ പണിയെടുക്കാതെ സ്വർഗം ഒരാൾക്കും വെറുതെ കിട്ടൂല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുക. വീണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ മറ്റുള്ള വിഷയങ്ങൾ കൂടി നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.